ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസങ്ങൾ നേരെയാണ്. ഇവിടെയൊക്കെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റായി പോയി, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്മി കണ്ടു വന്നേക്കാണ്. വന്നേക്കല്ല, കണ്ട് കുറച്ച് നേരം ശേഷം. അപ്പോൾ റിവ്യൂ ഒക്കെ ഇതിന് സെറ്റായി ഇപ്പോഴാണ്. ചൂടോടുള്ള റിവ്യൂ അല്ല, തണുത്തൊരു റിവ്യൂ ആണ്. കാരണം അങ്ങനെ റിവ്യൂ ഇടാൻ തോന്നിയില്ല. ഞാൻ വെച്ച പ്രതീക്ഷകളൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ വെച്ച പ്രതീക്ഷകൾ കൂടിപ്പോയി, അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പ്രതീക്ഷ അത്ര ലെവലിൽ പടം വന്നിട്ടില്ല. ഒരുപാട് പ്രതീക്ഷകളായിരുന്നുണ്ടായിരുന്നത്. ചിലപ്പോൾ ഞാനിപ്പോൾ ഓവറായി വെച്ച് പോയതുകൊണ്ടായിരിക്കാം. പക്ഷേ സത്യം പറഞ്ഞാൽ പടം ഇത്തിരി നന്നാക്കായിരുന്നു. പടത്തിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ പോരാ. സ്ക്രിപ്റ്റിൽ ഇത്തിരി പവർ കൊണ്ട് തീ പടമായി മാറേണ്ട സാധനമാണ്. പടം കണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചബിൾ പടം ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ബോറടിക്കില്ല. കാരണം അങ്ങനത്തെ ഒരു പരിപാടി, ആ ഒരു പഴയ പരിപാടി അടിക്കുമ്പോൾ അത് ബോറടിപ്പിക്കാതെ പ്രേക്ഷകരിൽ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പടത്തിൽ മേക്കാത്ത കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഭാഗമൊക്കെ ഓക്കെയാണ്. പിന്നെ ഒരു പെർഫോമൻസ് ടോവിനൊക്കെ തകർത്താടി, ടോവിനൊക്കെ കിട്ടിയുള്ളൂ, ടോവിനൊക്കെ പൊള്ളിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നത് കാരണം മിക്കവർക്ക് അറിയേണ്ടായിരിക്കും ആരാണ് ഒരു ക്യാമിയോ പൊള്ളിച്ചിട്ടുണ്ട്. 2 ലുക്കുണ്ട്. അതിൽ ഒരു ലുക്ക് കിടില ലുക്കാണ്. ആ ഒരു ലുക്കാണ് ലുക്ക്. മറ്റുള്ള ലുക്ക് ഇത്തിരി ഓവറായി പോയ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ലുക്കുണ്ടല്ലോ, അതായത് കിടില ലുക്കാണ്. ഒരു ടോവിനോട് എൻട്രി, നല്ലൊരു കിടില എൻട്രി ആയിരുന്നു. പിന്നെ പ്രതീക്ഷിത്ര ഫൈറ്റൊന്നുമില്ല. ടീസർ ട്രെയിലൊക്കെ നമ്മൾ ഫുൾ അടിയാണോ അങ്ങനെ ചോദിച്ച് പോകുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് പ്രതീക്ഷിച്ച ഒരു ഫൈറ്റ് സീൻസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരുപാട് ഗൂസ് ബം സീനുകളൊന്നും പടത്തിലില്ല. ഒരു ക്യാമിയോ ഒറ്റ വരട്ടിയിട്ട് നിന്നങ്ങ് കുലുങ്ങി. ക്യാമിയോ നല്ല കിടിലൻ ക്യാമിയായി. പക്ഷെ അല്ലാതെ വേറെ നമുക്ക് ഒരുപാട് ഗൂസ് ബംസ് അല്ലെങ്കിൽ സീൻസ് ഒന്നും പടത്തിലില്ല. നമുക്ക് ടോവിനോ കഴിയാതുപോലെ ഒരു കെമിസ്ട്രി ഒക്കെ നന്നായി വർക്കായിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ തകർത്തിട്ടുണ്ട്, ബാബുരാജ് തകർത്തിട്ടുണ്ട്. അങ്ങനെ മിക്കവരും പടം റിവ്യൂ അവരൊക്കെ നന്നായിട്ട് തന്നെ പടം ചെയ്തു പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് പടം അങ്ങോട്ട് കയറുന്നു നമുക്ക് തോന്നും. പക്ഷെ അങ്ങോട്ട് കയറുന്നില്ല. പടം അങ്ങോട്ട് കയറുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട് പടത്തിന്. അത് സ്ക്രിപ്റ്റ് എത്തോടെ നോക്കിയിരുന്നെങ്കിൽ, സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ നന്നായി ചെയ്തിരുന്നെങ്കിൽ ഒരു കിടിലം പടമുള്ള സാധനമായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല പ്രതീക്ഷ, എന്നെപ്പോലെ പലരും നല്ല പ്രതീക്ഷ വെച്ചിരുന്നൊരു സിനിമയാണ്. പക്ഷെ പ്രതീക്ഷയ്ക്കൊത്തും പ്രതീക്ഷയ്ക്കുള്ള ഒരു പകുതി പോലും പടം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ പടം ഇനിയിപ്പോൾ ഞാനെന്നില്ല പലരും ഈ പടം നിന്നങ്ങോട്ട് സ്പോയിലറാക്കും. കാരണം പടം പ്രതീക്ഷ ലെവലെത്താത്തതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പടത്തിലൊരു ഫോക്കസ് വിഷു തൂക്കിയെന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും തൂക്കള മുതലൊന്നും ആയിട്ടില്ല പടം സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി. എന്തായാലും ഒരു അലമ്പ് പടമല്ല, ചവറ് പടം. അതിന് പോകണ്ട, അങ്ങനെ പറയത്തില്ല. ഒരു വൺ ടൈം വാച്ചോ, നല്ല പൊട്ടിക്കലാട്ടോ പടം. 1 ടൈം വാച്ചബിൾ പടം, അത്ര മാത്രം ഈ ഒരു സിനിമ നമുക്ക് പറയാം. കണ്ടിരിക്കുക, ഒരു ബോറടിയൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഉറങ്ങാതെ കണ്ടിരിക്കാം. BGM ഒക്കെ ജെയ്സൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. BGMൻ്റെ ആയിരുന്നു ഒന്നും പറയണ്ട, കിടില സാധനമാണ്. അതുപോലെ ആർട്ട് വർക്കൊക്കെ പഴയ കാലത്ത് ലെവൽ റീക്രിയേറ്റ് തീർക്കാന്ന് പറഞ്ഞാൽ കിടിലാണ്. നല്ല പണിയാണ്, അടിപൊളി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പടത്തിന് ഇടയ്ക്ക് എന്തൊക്കെയോ പാടൽ വന്നു എങ്കിലും കുഴപ്പമില്ല. പടം 2 നിലയ്ക്ക് പടം തിയേറ്ററിൽ അത്യാവശ്യം ടോപ്പ് ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെ പടം നന്നായി എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. എന്തായാലും പടം നമ്മുടെ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്ന് മാത്രം. അപ്പോൾ അത്രേ ഉള്ളൂ. റിവ്യൂ ഇടാൻ വേണ്ടി വന്നതാണ്. കാരണം വലിയ ഇൻട്രസ്റ്റ് ഒന്നും എന്തായാലും നമുക്ക് പറയേണ്ട കാര്യം പറയണമല്ലോ, അതുകൊണ്ട് മാത്രം വീഡിയോ ഇട്ടാൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും ഹാപ്പി വിഷു പറഞ്ഞിട്ട് പോവാണ്. അടുത്തോടെ കാണാം. ബൈ.